നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചാർട്ടർ വിമാനങ്ങളിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഒമാനിലെ പ്രവാസി സമൂഹം. നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടത്ര വിമാനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചാർട്ടർ വിമാനങ്ങൾ എന്ന ആശയം ഉയർന്നു വന്നതും തുടങ്ങിയതുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കൺവീനർ എബ്രഹാം മാത്യു പറഞ്ഞു. ചാർട്ടർ വിമാനങ്ങളിൽ എത്തുന്നവർക്ക് മാത്രമായി നടപ്പിലാക്കുന്ന കോവിഡ് പരിശോധന അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലെന്ന് മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കൺവീനർ എബ്രഹാം മാത്യു വ്യക്തമാക്കിയിരുന്നു. ചാർട്ടർ വിമാനത്തിൽ കേരളത്തിൽ എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയ സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് MBCC ഒമാൻ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പുതിയ നിബന്ധന കേരള സർക്കാർ പിൻവലിക്കണമെന്നാണ് ഒമാനിലെ പ്രവാസി സമൂഹത്തിന്റെ ആവശ്യം. നിലവിൽ ഒമാനിൽ കോവിഡ് പരിശോധനയ്ക്ക് 60 മുതൽ 80 വരെ ഒമാനി റിയാൽ ചെലവ് വരും. ഈ ഭാരിച്ച തുക താങ്ങാൻ സാധാരണ പ്രവാസികൾക്ക് കഴിയില്ല. തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ 6 മാസമായി ശമ്പളം പോലും കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് ഇതുമൂലം ചാർട്ടർ വിമാനങ്ങൾ വഴി നാട്ടിലെത്താൻ കഴിയുകയില്ല. അതേസമയം വന്ദേ ഭാരത് ദൗത്യത്തിലൂടെ നാട്ടിലെത്തണമെങ്കിൽ നീണ്ട കാത്തിരിപ്പ് ആവശ്യവുമാണ്. കഴിഞ്ഞ 1 മാസമായി 33 വിമാന സർവീസുകൾ മാത്രമാണ് വന്ദേ ഭാരത് ദൗത്യത്തിലൂടെ ഒമാനിൽ നിന്നുണ്ടായിരുന്നത്. ശരാശരി 180ഓളം യാത്രക്കാർക്ക് മാത്രമേ ഒരു വിമാനത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങാനും സാധിച്ചിട്ടുള്ളൂ. ഏതായാലും ഇക്കാര്യത്തിൽ പ്രവാസി സമൂഹത്തിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.